ഹായ് ഫ്രണ്ട്സ്, ഓൺ ഗ്രീനറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് കുറച്ച് 10 മണിച്ചെടികൾ ഇന്ന് കൊറിയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്നതാട്ടോ ഇന്ന് കാണിക്കുന്നത്. പണ്ട് മുതലേ നമ്മളെല്ലാവരും വീട്ടിലുണ്ടായിരുന്ന ചെടികളാണല്ലേ 10 മണിച്ചെടികളൊക്കെ. മിക്ക വീടുകളിലും ഒരു 10 മണിച്ചെടിയെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. പക്ഷേ അന്നൊക്കെ ഒരു 3 കളർ അല്ലെങ്കിൽ കൂടിപ്പോയി ഒരു 4-5 വെറൈറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് നമുക്കതിൻ്റെ ഹൈബ്രിഡായിട്ടുള്ള ഒരുപാട് വെറൈറ്റികൾ കിട്ടാനുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് കൊറിയറായിട്ട് വന്നിട്ടുള്ള 10 മണികൾ. ഒരുപാട് വെറൈറ്റികളുണ്ട്. ഓരോ വെറൈറ്റിയും പ്രത്യേകം കെട്ടുകളാക്കിയിട്ട് വട്ടയിലയിലൊക്കെ പൊതിഞ്ഞ് പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടാണ് ഇവർ അയച്ചിട്ടുള്ളത്. ഈ ഓവൽ ഷേപ്പിൽ ലീഫ് വരുന്ന ചെടിക്ക് പർസലി എന്നും നീണ്ട ലീഫിലുള്ള ഈ ഒരു ചെടിക്ക് പോർട്ടിലാക്കാന്നാണ് കേട്ടോ പറയുക. ഓവൽ ഷേപ്പിൽ ഇലകളുള്ള വെറൈറ്റിക്ക് 8 മണിപ്പൂവ്, നീണ്ട കൂർത്ത ലീഫോട് കൂടിയിട്ടുള്ള വെറൈറ്റിക്ക് 10 മണിപ്പൂവ് എന്നൊക്കെ ആയിരുന്നു ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഈ ചെടിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല 8 മണിയും 10 മണിയൊക്കെ ആവുന്ന സമയത്ത് ഈ ഒരു ചെടി വിരിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ എപ്പോഴും പോയി നോക്കുമായിരുന്നു. പിന്നെ നമ്മളുടെ കയ്യിലില്ലാത്ത വെറൈറ്റികളൊക്കെ സ്കൂളിൽ വേറെ കുട്ടികൾക്ക് കൊടുത്തിട്ട് അവരുടെ കയ്യിലുള്ള വെറൈറ്റിയൊക്കെ ഇങ്ങോട്ടൊക്കെ വാങ്ങിക്കാറൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിതാ ഒരുപാട് വെറൈറ്റികൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എല്ലാ കട്ടിങ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള കട്ടിങ്സാണ് കിട്ടിയിട്ടുള്ളത്. ഓരോ കട്ടിങ്സും 4 പീസ് 5 പീസൊക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ കയ്യിൽ 50ഓളം വെറൈറ്റി 10 മണികൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനൊക്കെ പ്രൈസ് വരുന്നത് 50 വെറൈറ്റിക്ക് 350 രൂപയാണ്. ഇതിൽ സിൻഡ്രല്ല, ടിയാര, അടുക്ക് 10 മണി അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട്. പിന്നെ നിങ്ങൾക്ക് പ്രത്യേക ഏതെങ്കിലും വെറൈറ്റികളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് മാത്രമാണെങ്കിലും ഇവർ അയച്ചു തരും. ഓരോ പീസും 3-4 കട്ടിങ്സൊക്കെ ഉണ്ടാവും. ഓരോ വെറൈറ്റിയും ഇതുപോലെ വേറെ വേറെ കെട്ടിയിട്ടൊക്കെ ആയിട്ട് അയക്കുക. നമ്മളിപ്പോൾ ബൊഗേമില്ലയാണെങ്കിലും മറ്റ് റോസാ ചെടികളൊക്കെ ഇടുന്നുണ്ടെങ്കിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആ ചെടികളൊക്കെ വാങ്ങിക്കാൻ കഴിയണമെന്നില്ലല്ലോ. എന്നാൽ 10 മണിച്ചെടികളൊക്കെ നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാം. അത്രയും കുറഞ്ഞ റേറ്റേ വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും 10 മണിച്ചെടിനെ കുറിച്ചിട്ടൊക്കെ അറിയായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. 10 മണിച്ചെടി നമ്മൾ നല്ല വെയിലത്താണ് വെക്കേണ്ടത്. നല്ല പൊരി വെയിലത്ത് വെച്ചാൽ മാത്രമേ ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുള്ളൂ. 10 മണിച്ചെടി നമ്മൾ ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ദിവസം ഇടവിട്ടിട്ടൊക്കെ നനച്ചാൽ മതി. എന്നാലും ഒരു കുഴപ്പം വരില്ല. എന്നും നനയ്ക്കുകയാണെങ്കിലാണ് പിന്നെ അതിന് ചീച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരിക. വെള്ളം കെട്ടി നിൽക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക. 10 മണിച്ചെടികൾക്ക് നമ്മൾ ദിവസവും 2 നേരം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. അതിൽ പൂക്കൾ കുറയും. 10 മണിച്ചെടിക്ക് നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളും കൊടുക്കുക. NPK പോലുള്ള രാസവളങ്ങളും സ്പ്രേ ചെയ്ത് കൊടുക്കുക. NPK 18 ഒരു 2 ഗ്രാം 3 ഗ്രാമൊക്കെ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് 10 മണിച്ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ NPK ഒക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ അളവ് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ ഉള്ളിത്തൊലി വെള്ളത്തിലിട്ട് വെച്ചിട്ട് 2-3 ദിവസമൊക്കെ വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് അത് കുറച്ച് നേർപ്പിച്ചിട്ട് ആ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താലും 10 മണിയിൽ നല്ല പൂക്കളൊക്കെ ഉണ്ടാവും. ഈ ഒരു ചെടികൾ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കലുള്ള മൂസിനാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല 50ഓളം വെറൈറ്റികളുണ്ടെന്ന്. അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും 10 മണിച്ചെടി വാങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ആർക്കെങ്കിലും നേരിട്ട് പോയി വാങ്ങിക്കാനാണ് താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവിടെ പോയിട്ട് നേരിട്ട് തന്നെ വാങ്ങിക്കുക. കേരളത്തിനകത്തും പുറത്തൊക്കെ അവർ കൊറിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ചെടികളൊക്കെ ഞാൻ നടാൻ പോവുകയാണ്. പിന്നെ ഇതിന് ഞാൻ പകുതി എല്ലാത്തിൽ നിന്നും 2-3 പീസ് വീതം ഞാൻ എൻ്റെ ഉമ്മാക്ക് കൊടുത്തിട്ടുണ്ട്. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് 10 മണിച്ചെടികൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.